ഏതൊരു വിഷയത്തെക്കുറിച്ചും ഈ മരിക്കുന്ന കാലം വരെയും അടുത്ത കാലം വരെയും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ ചില തമാശകൾ വളരെ സരസമായിട്ട് വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ വളരെ സരസമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പൊട്ടിച്ചിരിക്കും. അതാണ് ശ്രീനിവാസൻ. കാരണം ചിരിക്കാൻ എല്ലാത്തിനെയും ഒരു നർമ്മത്തിലൂടെ കാണാനുള്ളൊരു മനസ്സ്. നമ്മൾ വിമർശനങ്ങളൊക്കെ നമുക്ക് എന്നും മലയാള സിനിമയിൽ എന്നും നിൽക്കുന്ന പൊളിറ്റിക്കൽ മൂവിയാണ് സന്ദേശം. ഇന്നും അതിൽ മാറ്റമില്ല. അതിൽ UDF കാണാം, LDF കാണാം, അന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഒരു NDA കാണാം ആ സിനിമയിൽ. കാരണം മൂന്നാമതൊരു സാധനം ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്, രണ്ട് കക്ഷികളല്ലാതെ എന്നുള്ള ഈ ഒരു തമാശ അന്ന് ശ്രീനിവാസൻ മുന്നിട്ട് കണ്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മുടെ നാടിനെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സമരങ്ങൾ, അതിലെ തമാശകൾ, പിന്നെ രാഷ്ട്രീയം അറിയാത്ത അച്ഛനമ്മമാർ അവരുമുണ്ട് ഈ സിനിമയിൽ. സന്ദേശം സിനിമയിൽ രാഷ്ട്രീയം എന്തെന്നറിയാത്ത അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛൻ റെയിൽവേയിൽ നിന്ന് മടങ്ങിയ തിലകചേട്ടൻ്റെ കാരണമുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയം, ഇന്ത്യയിലെ രാഷ്ട്രീയം അറിയത്തില്ല, തൊഴിൽ മാത്രം ചെയ്ത ജോലി മാത്രം അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ സമൂഹത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും കണ്ടെത്തുന്നു. അത് വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമ, നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന കഥാപാത്രം വടക്ക് നോക്കി യന്ത്രം. അതിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ ഇത്ര മനോഹരമായി, ഇത്ര രസകരമായി നമ്മൾ തന്നെ പലപ്പോഴും ഈ വടക്ക് നോക്കി യന്ത്രത്തിലെ ദിനേശനായിട്ട് മാറാറുണ്ട്. നമ്മളെ മനസ്സിൽ തന്നെ പലപ്പോഴും എല്ലാവർക്കും തോന്നാതെ അതെന്തൊരു മനുഷ്യൻ്റെ മനസ്സിനെ ഇതുപോലെ അപഗ്രഥിക്കാനും അതിനെ സരസമായി അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു എഴുത്തുകാരൻ, ഒരു ഫിലിം മേക്കർ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീനിവാസൻ്റെ ഓരോ കഥാപാത്രങ്ങൾ, ഇപ്പം സന്ദേശത്തിലെ ശങ്കരാടിച്ചേട്ടൻ്റെ ക്യാരക്ടർ നമ്മളിപ്പോഴും പറയാറുണ്ട്. അതിൽ ഒരു ഇലക്ഷൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.